നമസ്കാരം. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഇന്റർനാഷണൽ കളി വരുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കില്ല, തിരിച്ചു വരും എന്നുള്ളതാണ്. IPL എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഡെയിലി 2-3 കളികളൊന്നും എനിക്ക് കണ്ടുകൊണ്ടിരുന്ന് പിന്നെ റിവ്യൂ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ IPL 1-2 കളികളൊക്കെ കണ്ടിട്ട് അങ്ങ് നിർത്തിയത് എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ IPL നമ്മുടെ സൂര്യവംശി എൻ്റെ അമ്മ എന്തിടെ അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ അടിയാ. ആരൊക്കെ പുറത്തു പോകുന്നു പറഞ്ഞൂടാ. അടിയെന്ന് പറഞ്ഞാൽ 15 വയസ്സ് എന്തോന്നടേ ഇത്. ബുംറേനൊക്കെ അടിച്ച അടിയുണ്ട്. ഇനി അടിക്കാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? അവനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചാണ്. ശരി, നമുക്ക് ഇടാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ IPL ഒക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഇനി ഇന്ത്യയുടെ അങ്ങോട്ട് പര്യടനമാണ്. പല പര്യടനങ്ങളും ഉണ്ട്. അതിലൊക്കെ ഞാൻ ഉണ്ടാവും, ടെസ്റ്റ് ഒഴിച്ചു വെച്ച്. മനസ്സിലായോ? ബാക്കിയില്ലാത്തതിന്റെ റിവ്യൂ എന്തായാലും ഇടും എന്നുള്ളതാണ്. മൂന്ന് ഏകദിനങ്ങളുണ്ട്. ആരുടെ? അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള 3 ഏകദിനത്തിന്റെ ആദ്യ ഏകദിനം ഇന്ത്യ 7 വിക്കറ്റ് ജയിച്ചു. അടിപൊളി. വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. നല്ലതായിട്ട് ജയിച്ചു കേട്ടോ. നല്ല രാജകീയമായി ജയിച്ചു എന്ന് തന്നെ പറയാം. ഇതും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് രാഹുൽ KL രാഹുൽ 11ന്റെ ബാറ്റിംഗ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കുറച്ച് റൺസേ അടിച്ചുള്ളൂ എങ്കിലും സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. നല്ല സുഖിച്ച്, നല്ല ക്ലാസിക്ക് നിന്നങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇറക്കി കൊടുത്തു. പിന്നെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ ശുഭ്മാൻ ഗിൽ, നമ്മുടെ ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനം അതിഗംഭീരമായിരുന്നു. IPL സൂപ്പറായിട്ട് തിളങ്ങി. ആ ഒരു സംഭവം ഇതിലും കാണിക്കുന്നുണ്ട്. നിനക്ക് ഉണ്ടയാണ് പറ്റിയത് ഗംഭീര എന്നുള്ളതാണ്. ഓക്കെ. ഇനി പിന്നെ 2 ഡെബ്യൂ ഉണ്ടായിരുന്നു. 2 ഓവർ സൂപ്പറായിട്ട് കളിച്ചു. എനിക്ക് തോന്നുന്നു 3 വിക്കറ്റ് ചെയ്ത് കിട്ടിയത്. 2 ഓവർ കൊള്ളാം കേട്ടോ. ഫാസ്റ്റ് ബോളർ എറിഞ്ഞവനും കൊള്ളാം, ഒരു ഡൂബെ ആ സ്പിൻ എറിഞ്ഞവനും കൊള്ളാം കേട്ടോ. നല്ല ടേണൊക്കെ ആവുന്നുണ്ട്. 2 പേരും കൊള്ളാം. 2 പേർക്കും ഒരുവിധം ബാറ്റിംഗ് ചെയ്യാനും കൂടി കഴിവുള്ളവന്മാരായിരുന്നു എന്നുള്ളതും നമുക്കിവിടെ എടുത്തു പറയേണ്ടത്. 2 പേർക്കും 3 വിക്കറ്റ് വീതം കിട്ടി എന്നാണ് എന്റെ ഓർമ്മ. നമുക്ക് നോക്കാം. ഓക്കെ. ഫസ്റ്റ് ബാറ്റിംഗ്, അതായത് മഴയായിരുന്നു. രാവിലെ തൊട്ട് 1:30 2 മണിക്കൊക്കെ കളി തുടങ്ങിയില്ല. മഴയായിട്ട് കുറെ കഴിഞ്ഞ് ലാസ്റ്റ് ഒരു T20 അല്ലെ 25 ഓവറിലേക്ക് ചുരുക്കി. അപ്പൊ നമുക്കൊരു T20 മാച്ച് കാണുന്ന ആ ഒരു രസം നമുക്കിതിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഇന്ത്യ എന്ത് ചെയ്യുന്നു? അഫ്ഗാനിസ്ഥാന്റെ അടുത്ത് ബാറ്റ് ചെയ്യാൻ പറയുന്നു. അവന്മാര് 194 റൺസ് അടിച്ചു. ചില്ലറ റൺസ് ഒന്നുമല്ല അടിച്ചത്. 194 റൺസ് എന്ന് പറഞ്ഞത് നല്ല രീതിയിലുള്ള റണ്ണ് തന്നെയായിരുന്നു. പിന്നീട് ഓൾ ഔട്ടായി കേട്ടോ. 24.5 ഓവറിൽ ഞമ്മര് ഓൾ ഔട്ടായി. ഗുർബാസ്, അവന്മാരെ വിക്കറ്റ് കീപ്പറും കൂടിയായ ഗുർബാസ് എടുത്തിട്ട് അടിക്കുന്നുണ്ട്. 51 ബോളിൽ 102 റൺസാണ് അടിച്ചത്. പക്ഷെ ഒരു കാര്യമുണ്ട്, 3-4 നല്ല ലൈഫ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പുട്ട് LB ആയിരുന്നു, പ്ലംബ് ആയിരുന്നു. അത് അവന്മാര് അവന്മാര് അപ്പീൽ ചെയ്തില്ല, അത് പോയി. പിന്നെ 2-3 കേച്ച് പിന്നെ വിട്ട് കളഞ്ഞു. അതുമല്ല, ആ കീപ്പർ ഇഷാന്ത് കിഷൻ അല്ല, വേറെ ആര്, സഞ്ജു സാംസണോ ധോണിയൊക്കെ അറിഞ്ഞാൽ അത് ഔട്ടാണ്. ഇഷാന്ത് കിഷന് അറിയാമല്ലോ, ആ കീപ്പിംഗിൽ അത്ര പെർഫെക്റ്റ് അല്ല എന്നതുകൊണ്ടും അവന് സെഞ്ചുറി അടിക്കാൻ പറ്റും. പക്ഷെ വെൽഡൻ എന്തായാലും ഗുർബാസ് സൂപ്പറായിട്ട് കളിച്ചു. അവൻ കളിച്ചത് കൊണ്ട് 194 റൺസ്, 102 റൺസാണ് അവൻ മാത്രം അടിച്ചത്. മൊത്തത്തിൽ 194 റൺസ് അടിച്ചില്ല, 192 റൺസ് അവൻ മാത്രം അടിച്ചു. നമ്മുടെ എന്തൊരു സിക്സ് അടിച്ചത്. ആ നബി അടിച്ച 6 ഉണ്ടോ എന്റെ പള്ളി. 8 സിക്സും 8 4ഉം അടിച്ചോട്ടെ. സ്ട്രൈക്ക് റേറ്റ് 200 ഇതിലാണ് ഇവന്മാർ അടിച്ചു കൂട്ടിയത്. പിന്നെ അങ്ങനെ എടുത്തു പറയാൻ വേണ്ടിയിട്ട് ആരുമില്ല. ഹസ്മത്തുള്ള സാഹിദ് അവന്മാരെ ക്യാപ്റ്റൻ 27 റൺസ് അടിച്ചു. ഒമർസായി 26 അടിച്ചു. പിന്നെ വേറെ ആരും വലുതായിട്ടൊന്നും അടിച്ചില്ല. മനസ്സിലായോ? ആദ്യത്തെ വിക്കറ്റ് 13 ബോളിൽ ഒരു 13 റൺസ് എടുക്കുമ്പോൾ ആദ്യത്തെ വിക്കറ്റ് പോയത് എന്നുള്ളതാണ്. നമ്മുടെ പുതിയ ചെറുക്കനാണ് വിക്കറ്റ് കിട്ടിയത്. പിന്നെ 16-ൽ 2ഉം 26-ൽ 3ഉമായിരുന്നു. അവിടെ നിന്നാണ് അവർ ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിയത്. 142 ആയപ്പോഴാണ് അടുത്ത വിക്കറ്റ് പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ പറ വിക്കറ്റുകൾ പോയി എന്നുള്ളതാണ്. ഹർഷദീപ് സിംഗ് സൂപ്പറായിട്ട് എറിഞ്ഞു കേട്ടോ. 2 വിക്കറ്റും പിന്നീട് 27 റൺസ് മാത്രമേ വിട്ടുകൊടുത്തത്. 5.40 ആയിരുന്നു എക്കണോമി. പുതിയ പയ്യനാണ്. 4.5 ഓവർ എറിഞ്ഞ് 3 വിക്കറ്റ് അവനെ കിട്ടി. പ്രസിദ്ധ് കൃഷ്ണ അടി വാങ്ങിച്ചു, വിക്കറ്റ് ഒന്നുമില്ല. മനസ്സിലായോ? പിന്നീട് ഡൂബെ, ഇപ്പോഴത്തെ പുതിയ ഹർഷ് ഡൂബെയാണ് അവന്റെ പേര്. ഹർഷ് ഡൂബയ്ക്ക് അവനും കൊള്ളാം കേട്ടോ. നല്ല സ്വിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ബോളൊക്കെ നല്ല സ്വിങ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. നല്ല പൊക്കവും തടിയും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിരുന്നു. അവന് 3 വിക്കറ്റ് എടുത്തു. പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി, എനിക്ക് തോന്നുന്നു അവൻ ഇതുവരെയായിട്ടും വിക്കറ്റുകളൊന്നും കിട്ടിയില്ല. ആദ്യത്തെ വിക്കറ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 വിക്കറ്റ് അവന് തള്ളിയിട്ടിട്ടുണ്ട്. കമന്ററിയിൽ കേട്ടു ഇത്രയും കളി കളിച്ചിട്ടും അവന് 1 വിക്കറ്റും കിട്ടിയിട്ടില്ല എന്നുള്ളത്. അങ്ങനെ 194 റൺസ് അവന്മാര് അടിച്ചു വെച്ചു. അതിന്റെ മറുപടി ബാറ്റിംഗ് ആയ നമ്മുടെ മാഡൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ പാവം അൺഫോർച്ചുനേറ്റ്ലി റൺ ഔട്ട് ആയി പോയി എന്നുള്ളത്. കയ്യിൽ നല്ലൊരു എറിയും കിട്ടി കേട്ടോ. രോഹിത് ശർമ്മ 16 ബോളിൽ 16 റൺസ് അടിച്ചു. 1 6ഉം 2 4ഉം മാത്രമേ അടിച്ചുള്ളൂ. റൺ ഔട്ട് ആയി പോയി. അതിന്
നമുക്ക് ശുഭം ഗില്ലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ അവൻ ഓടാൻ വേണ്ടി പോയപ്പോൾ തടസ്സം നിന്നത് കൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. പിന്നെ ക്യാപ്റ്റന്റെ ഇന്നിങ്സ് ആയിരുന്നു നമ്മൾ കണ്ടത്. നോട്ട് ഔട്ട് ആയിരുന്നു. 66 ബോളിൽ 84 റൺസ് അടിച്ചു, 2 സിക്സുകളും 11 ഫോറുകളും അടിച്ചു. ക്ലാസിക് ഇന്നിങ്സ് ആയിരുന്നു കേട്ടോ ഗില്ലിന്റെ ഇന്നിങ്സ്. വെരി ക്ലാസിക് ഇന്നിങ്സ് ആയിരുന്നു. ഒരു ലൈഫോ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. സൂപ്പർ ആയിട്ട് കളിച്ചു. ഒരു ക്യാപ്റ്റന്റെ റോള് വളരെ ഭംഗിയായിട്ട് അവൻ പിന്നീട് എന്താണ് നിർവഹിച്ചു. നെടുന്തൂട ഇന്ത്യയുടെ വിജയ ശില്പി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശുഭം ഗില്ല് തന്നെയാണ് എന്നുള്ളതിന് മാറ്റമില്ല. ഇഷാൻ കിഷൻ വന്ന് ഫസ്റ്റ് ഡൗൺ ആയിട്ട് ഇഷാൻ കിഷനാണ് ഇറങ്ങിയത്. 22 ബോളിൽ 34 റൺസ് അടിച്ചു, 1 സിക്സും 3 ഫോറുകളൊക്കെ അടിച്ചു. അവനും നല്ല സൂപ്പറായിട്ട് കളിച്ചു വന്നപ്പോൾ പിന്നെ റഷീദ് ഖാന്റെ ബോളിൽ ബൗൾഡ് ആവുകയാണ് ചെയ്തത്. പിന്നെ ശ്രേയസ് അയ്യർ വന്നു 15 ബോളിൽ 12 റൺസ്, കുഴപ്പമില്ല. പിന്നീട് നമ്മുടെ KL രാഹുൽ വന്നിട്ട് 19 ബോളിൽ 39 റൺസ് അടിച്ചുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇന്ത്യ ജയിക്കാനുള്ള. കാരണം ഇന്ത്യ 22.5 അഞ്ചാമത്തെ ബോളിൽ ജയിച്ചു. 2 ഓവർ ഇനിയും മിച്ച് 2 ഓവറും 1 ബോളും മിച്ചമുള്ളപ്പോഴാണ് ജയിച്ചത്. പക്ഷെ KL രാഹുലിന്റെ ഇന്നിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ പിന്നീട് 3 സിക്സുകളും 4 ഫോറുകളും അടിച്ചു. 205 ആയിരുന്നു അവന്റെ സ്ട്രൈക്ക് റേറ്റ് എന്നുള്ളതാണ്. മര വിക്കറ്റ് വീഴ്ച എന്ന് പറഞ്ഞു. അപ്പം ഇതായിരുന്നു സംഭവം. അങ്ങനെ ഇന്ത്യ ആദ്യത്തെ കളി സൂപ്പറായിട്ട് ഇന്ത്യ ജയിച്ചിരിക്കുന്നു എന്നുള്ളത്. ഇനി 2 കളിയും കൂടി ഉണ്ട് അല്ലേ? ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് T20യുടെ പരമ്പര നമ്മൾക്ക് തുടങ്ങിയാണ്. നമ്മുടെ വൈഭവ് സൂര്യവംശി ഈ പറഞ്ഞ അവന്റെ അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് ഇപ്പം എയിൽ അരങ്ങേറ്റം കുറിച്ചു. എനിക്കൊന്ന് ഒരു കളി 10-13 അടിച്ച്, രണ്ടാമത്തെ കളി 44 അങ്ങനെ എന്തൊക്കെ അടിച്ചു. അവിടെ അവൻ കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി നമ്മുടെ ആലോചിച്ചു ഒരു 15 വയസ്സ് കഴിഞ്ഞ് 16 വയസ്സിലേക്ക് പോകുന്ന ഒരു പയ്യൻ നേരതാ ടെണ്ടുൽക്കറിന് ശേഷം എനിക്ക് ഇത്രയും പ്രായം കുറഞ്ഞ് പിന്നെ ഇന്ത്യൻ ടീമിൽ സെലക്ട് ആവുന്നത് വൈഭവ് സൂര്യവംശി ആണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ അവനെ സമ്മതിക്കണം കേട്ടോ ചെറുക്കനെ. അട്ടിയെന്ന് വെച്ചാൽ ബുംറയെ കളിക്കുന്ന കണ്ണു കളിക്കും ചുമ്മാ ഒരുത്തനെ ഒരു പേടിയില്ലേ? ലോകോത്തര ബൗളർമാരെ എല്ലാത്തിനും പറ്റിച്ച് ആരൊക്കെ ഉണ്ട് എല്ലാത്തിനും. ഇനി അവൻ തെളിയിക്കാനുള്ള ഒരേ കേസേ ഉള്ളൂ. ഇതെല്ലാം ഇന്ത്യൻ പിച്ചിലാണ്. ഇനി വിദേശ പിച്ചുകളിൽ പോയും കൂടി തെളിയിച്ചു കഴിഞ്ഞാൽ തെളിയിക്കും. അതിനുള്ള കാലിബർ ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ T20 ആരെ മാറ്റും എന്നുള്ളതാണ്. സഞ്ജു സാംസനെ മാറ്റുമോ? ഈ പറയുന്ന പിന്നെ അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, ഇതെല്ലാം കിട്ടില്ലങ്ങളാണ്. ഇന്നത്തെ നമ്മുടെ 1 ഡേ കളി കണ്ടപ്പോൾ ഇന്ത്യൻ ടീം ഭയങ്കര ശക്തമായ ടീമാണ് നമുക്ക് തോന്നിക്കുന്നു അല്ലേ? ഭയങ്കരമായിട്ട് ശക്തം. ഒരാളെ പോകുമ്പോൾ അടുത്ത ആള് അതൊക്കെ ആലോചിച്ചൊക്കെ ചുമ്മാ കില്ല്. അതിന്റെ കൂടെ രോഹിത് ശർമ്മ, ഇനി കോഹ്ലി ഉണ്ട്. കോഹ്ലി പരിക്കേറ്റ് മാറിയിരിക്കണേ. അതാ KL രാഹുൽ, ഇഷാൻ കിഷൻ, പിന്നീട് ശ്രേയസ് അയ്യർ, ഇവന്മാരൊക്കെ എന്ന് വെച്ചാൽ ഒന്നിനൊന്നിനും പിന്നെയും കിടക്കുന്നു ഒരുപാടെണ്ണം. അപ്പൊ ഇന്ത്യൻ ടീമിനെ തോപ്പിക്കാൻ ഒത്തിരി പാടാണെന്ന് ഈ ടീമിന്റെ ഇന്നത്തെ കളിയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ T20യുടെ ക്യാപ്റ്റനായിട്ട് ശ്രേയസ് അയ്യറിനെ തീരുമാനിച്ചു. അതിനോട് എനിക്ക് ചെറിയൊരു എതിരഭിപ്രായം ഉണ്ട് എന്നുള്ളതാണ്. ഈ ശ്രേയസ് അയ്യറിനെ ക്യാപ്റ്റനായി നിയമിച്ചു. മറ്റൊന്നുമല്ല, ശ്രേയസ് അയ്യർ ഈ പറയുന്ന വേൾഡ് കപ്പിലേ ഇല്ലായിരുന്നു, T20 സ്ക്വാഡിലേ ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് എടുത്തു കൊണ്ടുവന്ന് ക്യാപ്റ്റൻസിയിലേക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അത് അത്ര നല്ലൊരു ബാറ്റ്സ്മാനായ T20ക്ക് പിന്നീട് ഒരുപാട് T20 നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള കാലിബറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇതുവരെ സ്ക്വാഡിലേ ഇല്ലാത്ത ഒരാളെ ടപ്പനെ എടുത്തുകൊണ്ട് ക്യാപ്റ്റൻസി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ലോജിക്കായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ മസ്റ്റേ കമന്റ്. ഇനി നമ്മൾ അങ്ങോട്ട് എല്ലാ കളികളും നമ്മൾ റിവ്യൂ പറയും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.